അതുല്യമായ സേവനമാണ് കേരള ഫയർഫോഴ്സ് നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതുതരം ജലാശയ അപകടങ്ങളെയും നേരിടാൻ തക്കവിധത്തിൽ കേരളത്തിന്റെ ഫയർ റെസ്ക്യൂ സേന ഇന്ന് സജ്ജമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കി രാജാക്കാട് ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അഗ്നിരക്ഷാ സേനയെ ആധുനികവൽക്കരിക്കുന്നതിന് അനുകൂലമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 251 കോടി രൂപയാണ് സേനയുടെ നവീകരണത്തിന് ചെലവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. രാജാക്കാട് അഗ്നിരക്ഷാ സേനാ നിലയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. അത്യാധുനിക സജ്ജീകരണങ്ങളാൽ നമ്മുടെ സേന സുസജ്ജമാണ്. റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ, അണ്ടർ വാട്ടർ ഡ്രോൺ, ഫയർ ടെൻഡർ, ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ, അഡ്വാൻസ് റെസ്ക്യൂ ടെൻഡർ, വാട്ടർ ഡോസർ, ഇങ്ങനെയുള്ള എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങളും സേനയ്ക്കുന്നുണ്ട്. 2018 പ്രളയത്തിന് ശേഷം സമഗ്രമായ മാറ്റങ്ങളാണ് അഗ്നിരക്ഷാ വകുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം ഉറപ്പാക്കുന്നതിനായി ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. മലയോരത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് രാജാക്കാട് കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്നത്. രാജാക്കാട്, ബൈസൺ വാലി, രാജകുമാരി, സേനാപതി, ശാന്തമ്പാറ, ഉടുമ്പൻചോല, കൊന്നത്തടി, വെള്ളത്തൂവൽ എന്നീ 8 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണിത്. ഫയർ സ്റ്റേഷന്റെ ശിലാസ്ഥാപനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. 18 ജീവനക്കാർ, ഒരു ഫയർ എഞ്ചിൻ, ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളുമാണ് രാജാക്കാട് സേനയ്ക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.